കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേതൃമാറ്റമല്ല, ഒരു തലമുറ മാറ്റത്തിൻ്റെ ദിവസം കൂടിയാണ് ഇന്നെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പുതിയ വർക്കിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട PC വിശ്വനാഥ് നമ്മളോടൊപ്പം ചേരുകയാണ്. എല്ലാം സെറ്റാണ്. ഫസ്റ്റ് പ്രിഫറൻസ് എന്തായിരിക്കും? പാർട്ടി എന്ന രീതിയിൽ ഫസ്റ്റ് പ്രിഫറൻസ് എന്തായിരിക്കും? ഒന്ന്, ഇലക്ഷൻ ഇയറാണ്, ലോക്കൽ ബോഡി നിയമസഭ. അതിന് മുന്നോടിയായിട്ട് സംഘടനാപരമായിട്ട് ഇപ്പോൾ കുറേ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം ഒന്നുകൂടെ ക്രോഡീകരിച്ച് ഏകോപിപ്പിച്ച് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പാർട്ടിയെ തയ്യാറാക്കുക, ഒരുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രയോറിറ്റി. നമ്മൾ ഈ സാധാരണഗതിയിൽ മുൻപൊക്കെ നമ്മൾ ചർച്ച ചെയ്ത സാധനം സെമി കേഡർ സിസ്റ്റം വരുമോ എന്നുള്ളത് ഇപ്പം പാർട്ടിയെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ പുതിയതായി നമ്മൾ വളരെ വിനയത്തോടു കൂടി ചാർജ് എടുക്കുകയാണ്. വലിയ അവകാശവാദങ്ങളൊന്നും തന്നെ മുന്നോട്ട് വയ്ക്കുന്നില്ല. സംഘടനാപരമായി പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സംഘടനാപരമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ വിഷൻ 25 ആരംഭിച്ചിട്ടുണ്ട്. അത് ഇടയ്ക്ക് ബൈ ഇലക്ഷൻസൊക്കെ വന്നപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ആയിരുന്നു. അതൊക്കെ ഒന്ന് സജീവമാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് നിയതമായ ചില രീതികളും സംവിധാനങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അതിനെ യഥാർത്ഥത്തിൽ ഒന്നുകൂടെ ഒന്ന് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് അദ്ദേഹം പ്രസിഡൻ്റായിട്ടും ഞങ്ങളിപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരും UDFൻ്റെ കൺവീനറും ഒക്കെ വരുന്ന ദിവസം തന്നെ ഒരുപാട് അവകാശവാദങ്ങളും പ്രഖ്യാപനങ്ങളും ഒന്നും പോകാതെ എല്ലാ ആളുകളെയും, പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളതുപോലെ നേതൃത്വം വേറൊരു പാർട്ടിക്കുമില്ല. ആ നേതൃത്വത്തിന് എല്ലാവർക്കും സ്പേസും ഓപ്പർച്യൂണിറ്റിയും ലീഡർഷിപ്പിൽ കൊടുത്താൽ, എന്നിട്ട് അവരുടെ കൂടെ നിന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറായാൽ അത് മാത്രം മതിയാകും. പലപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമുക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കോൺഗ്രസ്സിനുള്ളത്രയും ഏത് ലെവലിലുള്ള നേതാക്കന്മാരാണെങ്കിലും വേറൊരു പാർട്ടിയിലുമില്ല. അപ്പോൾ ആ എല്ലാ നേതാക്കന്മാരുടെയും ലീഡർഷിപ്പ് ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു കണ്ണിയായി കേരളത്തിലെ പുതിയ KPCCയുടെ നേതൃത്വം പ്രവർത്തിക്കും എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, സ്വാഭാവികമായും താഴെത്തട്ടിലുള്ള പ്രവർത്തനമായിരിക്കും ഏറ്റവും ശ്രദ്ധേയം. അതൊരു രഥമാണ് നമ്മൾ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള. അപ്പോൾ ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തനം സംബന്ധിച്ച് ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ ഇതിനകത്ത്. സ്വാഭാവികമായിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ഓർഗനൈസേഷണൽ ഓഡിറ്റ് ഉണ്ടാവും. ആ ഓർഗനൈസേഷണൽ ഓഡിറ്റ് നടത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പാർട്ടിയുടെ ഏതൊക്കെ ഘടകമാണ് പ്രവർത്തിക്കുന്നത്, പാർട്ടിയുടെ ഏത് ഘടകമാണ് പ്രവർത്തിക്കാത്തത്, പാർട്ടിയുടെ ഏത് ഘടകമാണ് നിശ്ചലമായിട്ടുള്ളത്, മാറ്റം വരുത്തേണ്ടത്. അത് ബൂത്ത് തലം മുതൽ ഉണ്ടാവും. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ ഓഡിറ്റ് നടത്തിയെങ്കിൽ മാത്രമേ പുതിയ നേതൃത്വത്തിന് പാർട്ടിയുടെ ഘടനയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ശരിയായ രൂപം കിട്ടത്തുള്ളൂ. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനാദ്യം ചെയ്യേണ്ടത് ഒരു ഓർഗനൈസേഷണൽ ഓഡിറ്റാണ്. അതുണ്ടാകും. കോൺഗ്രസ് എല്ലാ കാലത്തും ഒരു ജനാധിപത്യ സ്വഭാവമുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകൾ, നേതൃത്വത്തെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ സ്വാഭാവിക ചില വിയോജിപ്പുകൾ ഉണ്ടാകും. ഞാൻ ചോദിക്കുന്നത്, ഈ പുതിയ പ്രസിഡന്റ്, പുതിയൊരു ടീം വരുമ്പോൾ എല്ലാ വിയോജിപ്പുകൾ, ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഇതിലൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പൂർണ്ണമായി? ഉണ്ടായി. അത് തന്നെ അറിയാലോ. ഇതിൻ്റെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഈ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം കാര്യമായ ഒരു അഭിപ്രായ വ്യത്യാസവും പാർട്ടിയുടെ ഒരു കോണിൽ നിന്നും വന്നിട്ടില്ല. പിന്നെ കോൺഗ്രസ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. പക്ഷേ എല്ലാവരും അഭിപ്രായം പറയുമ്പോൾ അവരുടെ എല്ലാം മനസ്സിലൊരു കാര്യമുണ്ട്. നമ്മൾ പറയുന്ന അഭിപ്രായം 2026 കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വരുന്നതിന് തടസ്സമാകരുത്. അങ്ങനെ തടസ്സമായാൽ പാർട്ടി പ്രവർത്തകൻ അത് ടോളറേറ്റ് ചെയ്യില്ല. പാർട്ടി പ്രവർത്തകൻ നമ്മളെ ടോളറേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് നേതാവാ? നമ്മുടെ അണികൾക്ക് നമ്മൾ പറയുന്നതിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നേതാവല്ല. അപ്പോൾ 2026 ഗവൺമെൻറ് വരുന്നതിന് തടസ്സമാകുന്ന വാക്കോ പ്രവൃത്തിയോ ആരിൽ നിന്നുണ്ടായാലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാളെ 4 മണിക്ക് കേരളത്തിലെ പ്രധാന നേതാക്കന്മാരെയെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ, ഒരു റൂട്ട് മാപ്പ് നാളത്തെ മീറ്റിങ്ങിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. PC വിശ്വനാഥിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്ത് കർണാടക, കേരളത്തിനകത്ത് കുണ്ടറ, അങ്ങനെ പലതരത്തിലുള്ള പ്രവൃത്തി മണ്ഡലമുള്ള ഒരാളാണ്. എല്ലാ ആശംസകളും അദ്ദേഹത്തിന് നേരുന്നു, പുതിയ KPCC നേതൃത്വത്തിനും. ക്യാമറമാൻ സിറിലിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.